सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम नमो ब्रह्मादिभ्यो ब्रह्म विद्या संप्रदाय कर्तृभ्यो वंशर्षिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहित प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरि ओम। ओम शं नो मित्रः शं वरुणः शं नो भवत्तुर्यमां शं न इंद्रो बृहस्पतिः शं नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवदु तद्वक्तारमवदु अवदु माम् अवदु वक्तारम्। ओम शांति शांति शांति। എല്ലാ സാധകർക്കും ഹരിയോം വിനീത പ്രണാമം. ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം സാങ്കേതികപരമായ കാരണങ്ങൾ കൊണ്ട് ഓഡിയോ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, വീഡിയോ ഓഫായിരിക്കും കുറച്ച് ദിവസത്തേക്കിന്. എല്ലാ സാധകരും ക്ഷമയോടെ സഹകരിക്കണമെന്ന് യാജ്ഞവൽക്യ മഹർഷിയുടെയും ഗുരുപരമ്പരയുടെയും എല്ലാം നാമത്തിൽ എല്ലാവരോടും അപേക്ഷിക്കുന്നു. ഹരിയോ. തൈത്തിരീയ ഉപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സഹനാവവതു എന്ന ശാന്തി പാഠത്തോടുകൂടി നമ്മൾ ആരംഭിച്ചിരുന്നു, അതിൻ്റെ അർത്ഥം കണ്ടിരുന്നു. അതിനുശേഷം യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് ഉപനിഷത്ത് സാരസംഗ്രഹം എന്തെന്ന് പറഞ്ഞു തന്നു. അനുവാകം 1 അല്ലേ, ബ്രഹ്മവിദാപ്നോതി പരം തദ്ദേശാഭ്യുക്ത എന്ന് പറഞ്ഞ് സൂത്രവാക്യം പറഞ്ഞു തന്നു. അതിനുശേഷം എന്താണ് ബ്രഹ്മൻ്റെ ലക്ഷണം, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പഠിപ്പിച്ചു തന്നു. അപ്പം കുറച്ച് ശിഷ്യന്മാർ പറഞ്ഞു, ഹേ ഗുരു, അങ്ങ് ഈ ലക്ഷണം മാത്രം പറഞ്ഞാൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളുവാനുള്ള സാധനാബലമില്ല. അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് പറഞ്ഞു യാജ്ഞവൽക്യ മഹർഷി? അവർക്ക് വേണ്ടി പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്താണോ ഈ സത്യം ജ്ഞാനം അനന്തമായിട്ടുള്ള ബ്രഹ്മൻ, അത് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന അനുഭവിക്കുന്ന പഞ്ചമഹാഭൂത സൃഷ്ടിക്ക് കാരണഭൂതൻ. അങ്ങനെ നമ്മൾ കണ്ടിരുന്നു. തസ്മാദ്വാദ് ഏതസ്മാത് ആത്മന ആഘോഷസംഭൂതഃ വായുസംഭൂതഃ അഗ്നിസംഭൂതഃ ആപസംഭൂതഃ പൃഥിവീസംഭൂതഃ ഓഷധിസംഭൂതഃ അന്നം സംഭൂതഃ അല്ലേ, പുരുഷഃ സംഭൂതഃ. ഇതെല്ലാം നമ്മൾ അതായത് സംഭൂതം എന്ന് വെച്ചാൽ ഉണ്ടായി, ഇവയെല്ലാം ഉണ്ടായി, അത് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഈ പുരുഷനിൽ നിന്നാണ് പിന്നീടുള്ള ആ സൃഷ്ടിയുടെ തുടർച്ച, അതായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പിന്നെ ഈ പുരുഷൻ നമ്മളായി സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ കോശങ്ങളെയും പരമാത്മാവിൻ്റെ ചൈതന്യത്തിനെ കാണുകൂ. അപ്പോൾ നമ്മൾക്ക് എന്താണ്, എല്ലാറ്റിലും ഈശ്വരഭാവം ഉണ്ടാക്കി തരുവാനായിട്ടുള്ള ഒരു ഉപായം എന്ന രീതിയിൽ യാജ്ഞവൽക്യ മഹർഷി പഞ്ചകോശ വിവരണം നമ്മൾക്ക് പറഞ്ഞു തന്നിരുന്നു. പഞ്ചകോശ വിവരണം നമ്മൾ അനുവാകം 2 മുതൽ ആരംഭിച്ചിരുന്നു. 2 മുതൽ 6 വരെയാണ് പഞ്ചകോശ വിവരണം. അതിൽ കോശം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നമ്മൾ ആദ്യം കണ്ടത്. കോശം എന്നാൽ നമ്മൾ കണ്ടിരുന്നു മയം അല്ലെ, അന്നമയ കോശം. ആദ്യം മയം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കണ്ടത്. കോശം എന്നാൽ ആവരണം, മയം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാചുര്യം,
വികാരം സ്വരൂപം എന്നുള്ള അർത്ഥം നമ്മൾ കണ്ടിരുന്നു. ആദ്യം നമ്മൾ അന്നമയത്തിനെ വിവരിച്ചിരുന്നു. അന്നാദ്വൈ പ്രജാ പ്രജായന്തേ യാഗാച പൃഥിവീഗും ശ്രിതാഹ അധോ അന്നേനൈവ ജീവന്തി എന്ന് പറയുന്ന അനുവാകം 2 മുഴുവൻ അന്നത്തിൽ നിന്നുമാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അന്നമാണ് ജീവികൾക്ക് ഔഷധമായിരിക്കുന്നത്. ഔഷധം എന്ന് വെച്ചാൽ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നത്. അത് നമ്മൾ കണ്ടു. അന്നത്തിൽ നിന്നും ഭൂതങ്ങൾ ഉണ്ടാകുന്നു. ജീവരാശികൾ എന്താണോ ആഹരിക്കുന്നത് അതിനെ അന്നമെന്ന് വിളിക്കുന്നു. അദ്യതേ അത്തിജഭൂതാനി, അന്നത്തിൻ്റെ ടെർമിനോളജി നിർവചനമാണത്. അദ്യതോ അത്തിജഭൂതാനി എന്ന്. തസ്മാത് അന്നം തതുച്ഛത ഇത്. അതുകൊണ്ട് ഇതിനെ അന്നമയം എന്ന് വിളിക്കുന്നു. അത് നമ്മൾ കണ്ട്. അങ്ങനെ അന്നമയ കോശവിതരണം. അതിൻ്റെ തുടർച്ചയായിട്ട് പ്രാണമയം. അന്നമയത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് പ്രാണമയം. പ്രാണമയം ഉണ്ടെങ്കിലേ അന്നമയത്തിന് നിലനിൽപ്പുള്ളൂ. അത് നമ്മൾ കണ്ടിരുന്നു. തസ്മാത് വാ ഏതസ്മാത് അന്നരസമയാത് അന്യോന്തരാത്മാ പ്രാണമയ എന്ന് തുടങ്ങി നമ്മൾ പ്രാണമയം തുടർന്നിരുന്നു. അനുവാകം 3 പ്രാണമയ കോശത്തിൻ്റെ വിവരണം തുടരുകയായിരുന്നു. ദേവതകൾ പ്രാണൻ്റെ കൊണ്ടാണ് ജീവിക്കുന്നത്. മനുഷ്യർ, പശുക്കൾ, സർവ്വ ജന്തുജീവരാശികളും പ്രാണൻ ഉള്ളതുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. പ്രാണമയത്തിൻ്റെ പ്രാധാന്യം അനുവാകം 3 നമ്മൾക്ക് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ പ്രാണനേക്കാട്ടിലും ശ്രേഷ്ഠമാണ് മനോമയ കോശം എന്നത് അനുവാകം 3 തുടർച്ചയായി നമ്മൾ കണ്ടിരുന്നു. തസ്മാത് വാ ഏതസ്മാത് പ്രാണമയാത് അന്യോന്തരാത്മാ മനോമയ എന്ന് തുടങ്ങി മനോമയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടിരുന്നു. ഇത് അഥർവാംഗിരസ പുച്ഛം പ്രതിഷ്ഠ, അഥർവണ വേദം, അഥർവണ അംഗിരസം എന്ന ഋഷികൾക്ക് ലഭിച്ചതാണ് ഇത്. അതുകൊണ്ട് ഇത് അവരുടെ ബഹുമാനാർത്ഥ ആദരവാർത്ഥം അവരുടെ നാമവും ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. ഇതാണ് ആ യഥാർത്ഥ ഗുരുവിൻ്റെ ലക്ഷണം നമ്മളവിടെ കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ അനുവാകം 3 2-ാം അധ്യായത്തിൽ കണ്ടു. ഇനി നമ്മൾക്ക് കാണാനുള്ളത് അടുത്തത് അനുവാകം 4 നമുക്കൊന്ന് ആദ്യം പാരായണം ചെയ്യാൻ പഠിക്കാം. ആദ്യം പദങ്ങൾ നോക്കാം. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കദാചനേതി തസ്യേഷ ഏവ ശാരീര ആത്മാ യഃ പൂർവസ്യ തസ്മാദ് വാ ഏതസ്മാത് മനോമയാത് അന്യോന്തര ആത്മാ വിജ്ഞാനമയഃ തേനൈഷ പൂർണ്ണഃ സവായേഷ പുരുഷവിദ ഏവ തസ്യ പുരുഷവിദത അന്വയം പുരുഷവിദഃ തസ്യ ശ്രദ്ധൈവ ശിരഃ ഋതം ദക്ഷിണപക്ഷഃ സത്യം ഉത്തരപക്ഷഃ യോഗ ആത്മാ മഹപുച്ഛം പ്രതിഷ്ഠ തഥപ്യേഷ ശ്ലോകോ ഭവതി. ഇവിടെ വരെയാണ് അനുവാകം 4. ഇപ്പോൾ എല്ലാവരും ദയവായി അടയാളപ്പെടുത്തുക. അനുവാകം 4 2-ാം അധ്യായം ബ്രഹ്മാനന്ദവല്ലി അനുവാകം 4 യതോ വാചോ നിവർത്തന്തേ മുതൽ മഹപുച്ഛം പ്രതിഷ്ഠ തഥപ്യേഷ ശ്ലോകോ ഭവതി വരെ അനുവാകം ബ്രാക്കറ്റിൽ 4 എന്ന് രേഖപ്പെടുത്തണേ. നമുക്കൊന്ന് പാരായണം ചെയ്യാൻ പഠിക്കാം. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കദാചനേതി ന വിഭേദി കദാചനേതി തസ്യേഷ ഏവ ശാരീര ആത്മാ തസ്യേഷ ഏവ ശാരീര ആത്മാ യഃ പൂർവസ്യ തസ്മാദ് വാ ഏതസ്മാത് മനോമയ തസ്മാദ് വാ
ഏതസ്മാന്മനോമയം അന്യോന്തരാത്മാ വിജ്ഞാനമയഃ അന്യോന്തര ആത്മാ വിജ്ഞാനമയഃ തേനൈഷ പൂർണ്ണഃ തേനൈഷ പൂർണ്ണഃ സവായേഷ പുരുഷവിദ ഏവ സവായേഷ പുരുഷവിദ ഏവ തസ്യ പുരുഷവിദഃ അന്വയം പുരുഷവിദഃ അന്വയം പുരുഷവിദഃ തസ്യ ശ്രദ്ധൈവ ശിരഃ തസ്യ ശ്രദ്ധൈവ ശിരഃ ഋതം ദക്ഷിണപക്ഷഃ ഋതം ദക്ഷിണപക്ഷഃ സത്യമുത്തരപക്ഷഃ സത്യമുത്തരപക്ഷഃ യോഗ ആത്മാ മഹപുച്ഛം പ്രതിഷ്ഠ തഥപ്യേഷ ശ്ലോകോ ഭവതി. നമുക്ക് അനുഭാഗം 4 ആദ്യം മുതൽ ചൊല്ലാം. യദോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ യദോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കദാചനേതി ന വിഭേദി കദാചനേതി തസ്യൈഷ ഏവ ശാരീരാത്മാ തസ്യൈഷ ഏവ ശാരീരാത്മാ യഃ പൂർവസ്യം തസ്മാദ്വാ ഏതസ്മാന്മനോമയാ അന്യോന്തരാത്മാ വിജ്ഞാനമയഃ അന്യോന്തരാത്മാ വിജ്ഞാനമയഃ തേനൈഷ പൂർണ്ണഃ സവായേഷ പുരുഷവിദ ഏവ തസ്യ പുരുഷവിദഃ അന്വയം പുരുഷവിദഃ തസ്യ ശ്രദ്ധൈവ ശിരഃ ഋതം ദക്ഷിണപക്ഷഃ സത്യമുത്തരപക്ഷഃ യോഗ ആത്മാ മഹപുച്ഛം പ്രതിഷ്ഠ തഥപ്യേഷ ശ്ലോകോ ഭവതി. യഥോ വാചോ നിവർത്തന്തേ. അവിടെ മുതൽ നമുക്ക് വ്യാഖ്യാനം കാണാം. യഥോ വാചോ നിവർത്തന്തേ, ഏതൊന്നിൽ നിന്നാണോ വാക്ക് തിരിച്ചു വരുന്നത്, അതാണ് യഥോ എന്ന് വെച്ചാൽ ഏതൊന്നിൽ. ഇവിടെ ഏതെന്ന് വെച്ചാൽ ഇവിടെ ഏതിനെ കുറിച്ചാണ് പറയുന്നത്? പരമാത്മാവിനെ കുറിച്ച്. അതുകൊണ്ട് ഏതൊന്നിൽ നിന്നാണോ എന്ന വാക്കിൻ്റെ അർത്ഥം ഏതൊരു പരമാത്മ തത്വത്തിൽ നിന്നാണോ വാചോ എന്ന് വെച്ചാൽ വാക്ക്, നിവർത്തന്തേ എന്ന് വെച്ചാൽ തിരിച്ചു വരുന്നത്, നിവർത്തനം ചെയ്യുക എന്ന് വെച്ചാൽ തിരിച്ചു മടങ്ങി വരിക. അപ്പോൾ യഥോ വാചോ നിവർത്തന്തേ എന്ന് വെച്ചാൽ ഏതൊരു പരമാത്മ തത്വത്തിൽ നിന്നാണോ വാക്ക് തിരിച്ചു വരുന്നത്. അപ്രാപ്യ മനസാ സഹ, വാക്ക് മനസ്സിനോടൊപ്പം ആ തത്വത്തെ അടയാതെ തിരിച്ചു വരുന്നു. എന്താണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി തന്നെ നമുക്ക് വ്യക്തമാക്കി തരും. ഇപ്പോൾ നമുക്ക് ഓരോ വാക്കിൻ്റെയും പദത്തിൻ്റെ പദാനുപദ വ്യാഖ്യാനം കണ്ടിട്ട് ആരും വിഷമിക്കരുത്. മനസ്സിലാകുന്നില്ലെങ്കിൽ യാജ്ഞവൽക്യ മഹർഷി തന്നെ നമ്മൾ ശരണം പ്രാപിക്കുക, അദ്ദേഹം തന്നെ നമുക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്രാപ്യ മനസാ സഹ, വാക്ക്
മനസ്സിനോടൊപ്പം ആ തത്വത്തെ അടയാതെ തിരിച്ചു വരുന്നു. ഏത് തത്വത്തെ? പരമാത്മ തത്വത്തെ അടയാതെ തിരിച്ചു വരുന്നു. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ. വിദ്വാൻ, ഇവിടെ വിദ്വാൻ എന്ന് വെച്ചാൽ ഉപാസകൻ അല്ലേ, അതായത് നാം ആകുന്ന ഓരോ സാധകരും. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ, ഉപാസകൻ പരമാത്മാവിൻ്റെ ആനന്ദ സ്വരൂപത്തെ ഉപാസിക്കുന്നവന്. എന്താണ് ആനന്ദം ബ്രഹ്മണോ? ഏതൊരു ഉപാസകനാണോ അല്ലെങ്കിൽ ഏതൊരു വിദ്വാനാണോ പരമാത്മാവ് ആനന്ദ സ്വരൂപം നമ്മൾ കണ്ടിരുന്നല്ലോ, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അല്ലേ. അവിടെ അനന്തം എന്ന് വെച്ചാൽ ആനന്ദം അല്ലേ, അനന്തം എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി, അന്തമില്ലാത്ത അളവില്ലാത്ത ആനന്ദ സ്വരൂപൻ പരമാത്മാവ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് തന്നെ ഇവിടെ തുടർന്ന് പറയുകയാണ്. ഈ ഉപാസകൻ, അതായത് യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യരോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ആ പരമാത്മാവിൻ്റെ ബ്രഹ്മൻ്റെ ആനന്ദമെന്ന ലക്ഷണത്തെ ഉപാസിക്കുകയാണെങ്കിൽ അവരെന്താണ്? അവർ ആനന്ദ സ്വരൂപിയായി മാറുന്നു. അതായത് നമ്മൾ ഭഗവാൻ ആനന്ദ സ്വരൂപിയാണ് എന്ന് നനച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മൾക്ക് ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അല്ലേ. ഇപ്പം ഭഗവാന്റെ ലക്ഷണം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ യദ്യത് ഭാവയതി തത്തത് ഭവതി എന്നാണ് പറയുന്നത്. എന്താണോ നമ്മൾ ഭാവന ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ അതായി മാറുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഡോക്ടറാകണമെന്ന് ഭാവന ചെയ്ത് അതിനുവേണ്ടി പ്രയത്നിച്ച് എന്താ അവസാനം ഒരു ഡോക്ടറാകും. അപ്പോൾ ഏതൊരു കാര്യവും അതെ. അപ്പം ഭൗതികമായിക്കോട്ടെ ആധ്യാത്മികമായിക്കോട്ടെ നമ്മൾ എന്തിനെക്കുറിച്ചാണോ നിരന്തരം ചിന്തിച്ച് അപ്പോൾ അവസാനം ആ ചിന്തിക്കുന്നവൻ അതായി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയണം, നമ്മൾ ഭഗവാൻ എപ്പോഴും ആനന്ദ സ്വരൂപിയാണ് അല്ലേ. ആ ആനന്ദം എന്ന ലക്ഷണം നമ്മൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഭഗവാൻ കൃഷ്ണാവതാരം എടുത്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ആചാര്യന്മാർ പറയുന്നുമുണ്ട്. കാരണം ഭഗവാൻ കൃഷ്ണനായി അവതരിപ്പിച്ചപ്പോൾ നമുക്ക് കാണാം അല്ലേ, ഭഗവാന്റെ കാരാഗ്രഹ ജനനം മുതൽ ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ള ഏതൊരു അവതാര ലീലകളെടുത്തോ ഭഗവാന്റെ ആ മുഖത്തു നിന്നും ഒരിക്കലും പുഞ്ചിരിയേ മാറിയിട്ടില്ല. ഭഗവത്ഗീതയിൽ ഒരു പ്രസിദ്ധമായ ഭാഗമുണ്ട്, പ്രഹസന്നിഭ ഭാരത എന്ന് അല്ലെ. ഭഗവാൻ എപ്പോഴും മന്ദസ്മിതനായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഭാവങ്ങൾ ഈ ലക്ഷണങ്ങൾ അല്ലെ, ഭഗവാൻ കംസനെ കൊന്നോട്ടെ അല്ലെങ്കിൽ യുദ്ധഭൂമിയിലായിക്കോട്ടെ തൻ്റെ വംശം മുഴുവൻ പരസ്പരം കലഹിച്ച് മരിക്കുന്നത് കണ്ടോട്ടെ, എപ്പോഴും ഭഗവാന്റെ ആ ചുണ്ടിൽ നിന്നും ചിരി ഒരിക്കലും ഒളിമങ്ങാതെ നിന്നിരുന്നു. ഈ ലക്ഷണങ്ങൾ നമ്മൾ ഭാവന ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും ആനന്ദസ്വരൂപിയാണ് എന്ന് ആര് നിരന്തരം നനയ്ക്കുന്നുവോ അവർക്കെന്താ അവരും ആനന്ദസ്വരൂപികളായി മാറുന്നു. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ. നോക്കൂ, യാജ്ഞവൽക്യ മഹർഷിയുടെ സ്നേഹം നമ്മളെ വിദ്വാൻ എന്ന് വിളിച്ച് അതിസംബോധന ചെയ്യുകയാണ്. കാരണം വിദ്വാൻ ആരാണോ വിദ്വാൻമാരായിട്ടുള്ളത് അല്ലേ, എല്ലാറ്റിലും ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നവർ, അതിനായി പരിശ്രമിക്കുന്ന എല്ലാവരെയും കൂടെ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും വിദ്വാൻമാരാണ്. നിങ്ങൾ ഭഗവാന്റെ ലക്ഷണത്തെ നിരന്തരം, ആനന്ദമെന്ന ലക്ഷണത്തെ നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളും ആനന്ദ സ്വരൂപം. അതാണ് ജീവൻ മുക്തി, നമുക്കതാണ് വേണ്ടതും. അപ്പോൾ നമ്മൾ ഏതൊരു മാർഗം സ്വീകരിച്ചോട്ടെ, ധ്യാനമായിക്കോട്ടെ, ജപമായിക്കോട്ടെ, ഏതൊരു സാധനയുമായിക്കോട്ടെ, പക്ഷെ അതിനോടൊപ്പം ധ്യാനിക്കുമ്പോൾ നമ്മൾ പല ചിന്തകളും വരും അല്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് അതുതന്നെയായിരിക്കും നമ്മുടെ അവസ്ഥയും. അപ്പോൾ എന്താണ്, നമ്മൾ എപ്പോഴൊക്കെ നമുക്ക് ഭഗവാന്റെ ആനന്ദ സ്വരൂപിയായ ലക്ഷണത്തെ ചിന്തിച്ച് വളർന്ന് നമ്മൾ ഉപാസനയിൽ ഉയരുന്നു, അപ്പോൾ നമ്മൾക്കും എന്താ ആ ആനന്ദത്തെ അടയാൻ സാധിക്കും എന്ന് പറയും. ന വിഭേദി കഥാചനേതി. കഥാചന എന്ന് വെച്ചാൽ ഒരിക്കലും. ന വിഭേദി, അതായത് വിഭേദി എന്ന് വെച്ചാൽ ഭയം, ന വിഭേദി എന്ന് വെച്ചാൽ ഭയം ഉണ്ടാവുകയില്ല.
അപ്പോൾ ആരാണോ ഭഗവാന്റെ ആനന്ദ സ്വരൂപത്തെ നിരന്തരം ചിന്തിക്കുന്നത് അവരും ആനന്ദ സ്വരൂപികളായി മാറും. അവർക്ക് മരണഭയമോ ശത്രുഭയമോ ജീവിത ഭയമോ എന്തൊക്കെ ഭയങ്ങളാണോ ഈ ലോകത്തുള്ളത് ആ ഭയമൊന്നും അവരെ ബാധിക്കുകയില്ല എന്ന് പറയാം അല്ലേ. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാൽ പിന്നെ നമ്മൾ ആരായല്ലേ? നമ്മളൊക്കെ ഭയന്നാണ് ജീവിക്കുന്നത്. പുറമേ വേണേൽ പറയാം എല്ലാവർക്കും, എനിക്കിനി ഇത്ര പ്രായമായില്ലേ, എനിക്കിനി എന്തിനാണ് ഭയക്കുന്നത്, ഞാൻ ആരെയാണ് അതൊന്നുമല്ല. ഏതൊരു ജീവിക്കും ഭയമുണ്ട്. അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നത്. വലിയൊരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ഞെട്ടിപ്പോവും. അത് മനുഷ്യൻ്റെ എന്നല്ല, എല്ലാ ജീവിയുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പക്ഷി ആയിക്കോട്ടെ, നായ ആയിക്കോട്ടെ, അവയൊക്കെ എന്തെങ്കിലും അപ്രതീക്ഷിതമായി വരുമ്പം ഭയം കൊണ്ട് വിറയ്ക്കുന്നതും ഞെട്ടുന്നതും ഒക്കെ കാണും. കാരണം എന്നാൽ ശരീരം അങ്ങനെയാണ്, ശരീരം പ്രതികരിച്ചു പോവും. അപ്പോൾ ജീവൻ മുക്തന് മാത്രമേ ഈ ലോകത്ത് ഭയമില്ലാത്തതായിട്ടുള്ളൂ. ആ ഒരു അവസ്ഥയെ പ്രാപിക്കുവാൻ ഈ ഭഗവാന്റെ ആനന്ദമെന്ന ലക്ഷ്യം. ഞാൻ എന്തിനു ഭയക്കണം? ആനന്ദ സ്വരൂപിയായ ഭഗവാൻ എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കണ്ടിട്ടുണ്ടാകും ഓരോ മഹാത്മാക്കളൊക്കെ ആനന്ദ നൃത്തം ചെയ്യുന്നത് അല്ലേ, ജീവൻ മുക്തന്മാരൊക്കെ. നിങ്ങൾ കഥകളി വായിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവുക. അവർ ആ ഭഗവാന്റെ ആനന്ദ സ്വരൂപവുമായി ലയിക്കുമ്പോഴാണ് അവർ ആനന്ദ നൃത്തം ചെയ്യുന്നത് അല്ലേ. ഭഗവാൻ രാസലീല ആടിയതും ഭഗവാൻ ഗോപികമാരോടൊപ്പം കളിച്ചതും ഭഗവാന്റെ ആ ചെറു പുഞ്ചിരിയെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവരും എന്താ ഭഗവാനോടൊപ്പം നൃത്തം ചെയ്യുന്നതായൊക്കെ ഭാവന ചെയ്ത് അവരതായി ഏകീഭവിക്കുമ്പോഴാണ് ഈ മഹാത്മാക്കളൊക്കെ ആനന്ദ നൃത്തം ചെയ്യുന്നത്. അപ്പം ഏതൊരു ഉപാസകനാണോ ഭഗവാന്റെ ആനന്ദത്തെ ഉപാസിക്കുന്നത്, ആനന്ദ ലക്ഷണത്തെ ഉപാസിക്കുന്നത്, അവരും ഭയമില്ലാത്തവരായി മാറും എന്നാണ് പറയുന്നത്. പൂർവസ്യ മുമ്പ് പറഞ്ഞതുപോലെ എന്ന് അല്ല, അതിന് മുമ്പ് ഒരു വാക്കുകൊണ്ട് ക്ഷമിക്കണം. തസ്യേഷ ഏവ ശാരീരാത്മ, മനോമയ കോശത്തെ ശാരീരാത്മാ എന്ന് വിളിക്കുന്നു. അതാണ് തസ്യേഷ ഏവ ശാരീര ആത്മ. നമ്മൾ കണ്ടിരുന്നല്ലോ, മനോമയത്തിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ മനോമയത്തിനെ തന്നെയാണ് അതിനെ തന്നെയാണ് ശാരീരാത്മാ എന്നും വിളിക്കുന്നത്. ഇപ്പം അല്ല, ഇപ്പോൾ ഒരാൾ അച്ഛനാവുമ്പോൾ അയാൾക്ക് അച്ഛൻ എന്നുള്ള പേര്, മകനായിരിക്കും മകൻ എന്നുള്ള പേര് അല്ലേ. അപ്പോൾ ഒരാൾക്ക് തന്നെയാണ് ഈ പല പേരുകൾ. അതുപോലെ തന്നെ ഈ മനോമയ കോശത്തിനെ ശരീരാത്മാവെന്നും വിളിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയുന്നു പൂർവസ്യ, മുൻപ് പറഞ്ഞതുപോലെ. ഇനി അടുത്തത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത വാക്ക് മുതൽ തസ്മാത് വാ ഏതസ്മാൻ മനോമയാത്, അവിടെ മുതൽ വിജ്ഞാനമയ കോശ വിവരണമാണ്. അവിടെ ഒന്ന് പെൻസിൽ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊന്നും അടയാളപ്പെടുത്തി വെച്ചോളൂ. വിജ്ഞാനമയ കോശ വിവരണം, വിജ്ഞാനമയ കോശ വിവരണം. തസ്മാത് വാ ഏതസ്മാൻ മനോമയാത്, ഏതസ്മാതെന്നും പറയാം ഏതസ്മാന്നും പറയാം, രണ്ടും ശരി തന്നെയാണ്. നിങ്ങളുടെ ബുക്കിൽ എങ്ങനെയോ അതുപോലെ തന്നെ വായിച്ചോളൂ. തസ്മാത് വാ ഏതസ്മാൻ മനോമയാത്, അല്ലെങ്കിൽ തസ്മാത് വാ ഏതസ്മാത് മനോമയാത്. അതായത് ഈ ശാരീര ആത്മാവെന്ന് വിളിച്ച മനോമയ കോശത്തിന്, അതാണ് തസ്മാത് വാ ഏതസ്മാത് മനോമയാത്. ഈ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിരുന്നല്ലോ മനോമയ കോശത്തെ ശരീരാത്മാവെന്ന് വിളിക്കുന്നെന്ന്. ഈ ശരീരാത്മാവെന്ന് വിളിച്ച മനോമയ കോശത്തിനെക്കാട്ടിലും അന്യോന്തര ആത്മാ വിജ്ഞാനമയ, അതായത് ഇത് നമ്മൾ കണ്ടത് തന്നെയാണ്. അന്യഹ അന്തരാത്മ, വേറെയായി ഉയർന്ന ശ്രേഷ്ഠമായിരിക്കുന്നത് വിജ്ഞാനമയ കോശമാകുന്നു അല്ലേ. അതാണ് ഇവിടെ വിജ്ഞാനമയ കോശ വിവരണം തുടങ്ങുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അന്നമയം കണ്ടു, അന്നമയത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് പ്രാണമയം എന്ന് കണ്ടു, പ്രാണമയത്തിൻ്റെ വിസ്താരം കണ്ടു. അതിനുശേഷം പ്രാണമയത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് മനോമയം എന്ന് കണ്ടു. ഈ മനോമയ കോശത്തിനെ ശരീരാത്മാ എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് മനോമയ കോശത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമായത്
മറ്റൊന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് വിജ്ഞാനമയ കോശം. അപ്പം 4ാമത്തെ കോശ വിവരണമയം: അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം. ഇതിപ്പോൾ നമ്മൾ ഓരോ ലെയറായിട്ട് കാണണം. അന്നമയം, അതിൻ്റെ അകത്ത് പ്രാണമയം, അതായത് അതിനേക്കാട്ടിലും ഉയർന്നതായിട്ട് ശ്രേഷ്ഠമായിട്ട്. അപ്പോൾ അതിനേക്കാട്ടിലും ശ്രേഷ്ഠം മനോമയം, അതിനേക്കാട്ടിലും ശ്രേഷ്ഠം വിജ്ഞാനമയം. തസ്മാദ് തസ്മാദ് മനോമയാത് അന്യോന്തരാത്മാ വിജ്ഞാനമയഃ തേനൈഷ പൂർണ്ണഃ. തേന ഏഷ പൂർണ്ണഃ. വിജ്ഞാനമയ കോശത്തിനാലാണ് മനോമയ കോശം പൂർണ്ണമായിരിക്കുന്നത്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. തേന ഏഷ പൂർണ്ണഃ, അതായത് മനോമയ കോശം നിലനിൽക്കുന്നത് വിജ്ഞാനമയത്തിനാലാണ്. വിജ്ഞാനമയ കോശത്തിനാൽ ആണ് മനോമയ കോശം വ്യാപിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ സമ്പൂർണ്ണമെന്നോ മഹത്വം എന്നുള്ള അർത്ഥമല്ല. ഇവിടെ പൂർണ്ണഃ എന്ന് വെച്ചാൽ നോട്ട് ചെയ്തോളൂ, വ്യാപകഃ അല്ലേ. അതാണ് നമ്മുടെ അദ്വൈതത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലേ. നമുക്ക് അറിയാവുന്നതാണ് ഓരോ സന്ദർഭത്തിലും അർത്ഥം മാറുന്നത്. ഇവിടെ പൂർണ്ണഃ എന്ന് വെച്ചാൽ വ്യാപകഃ അല്ലെങ്കിൽ വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ വിജ്ഞാനമയ കോശത്തിനാലാണ് മനോമയം വ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അടുത്തത് സവായേഷ പുരുഷവിദ ഏവ തസ്യ പുരുഷവിദത. സവായേഷ പുരുഷവിദ ഏവ തസ്യ പുരുഷവിദത. ഈ വിജ്ഞാനമയ കോശം, അതാണ് സവായേഷ, ഈ വിജ്ഞാനമയ കോശം പുരുഷവിദ ഏവ. പുരുഷവിദ എന്ന് വെച്ചാൽ സ്ഥൂല ശരീരത്തിൽ. നമ്മുടെ ഈ വാക്കുകൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ വാക്കിൻ്റെ ആ സന്ദർഭത്തിൽ അവിടെ പറയുന്ന അർത്ഥം നിങ്ങൾ ബുക്കിലൊന്ന് നോട്ട് ചെയ്താൽ മതി, പിന്നീട് വായിക്കുമ്പോൾ എളുപ്പമാകും. അതായത് പുരുഷവിദ എന്ന് വെച്ചാൽ സ്ഥൂല ശരീരത്തിൽ. സവായേഷ പുരുഷവിദ ഏവ. അതായത് ഈ വിജ്ഞാനമയ കോശം സ്ഥൂല ശരീരത്തിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പം ഈ അന്നമയം എവിടെയാണോ നിൽക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ, സ്ഥൂല ശരീരത്തിൽ. പ്രാണമയം എവിടെയാണ് നിലനിൽക്കുന്നത്? സ്ഥൂല ശരീരത്തിൽ. മനോമയവും സ്ഥൂല ശരീരത്തിൽ. അതുപോലെ തന്നെയാണ് വിജ്ഞാനമയ കോശവും നിലനിൽക്കുന്നത് നമ്മളുടെ ഈ സ്ഥൂല ശരീരത്തിലാകുന്നു അല്ലേ. അത്രയേ ഉള്ളൂ, എളുപ്പമാണിത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സവായേഷ പുരുഷ, ഇച്ചിരി നീട്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് വൈദിക രീതി അല്ലെങ്കിൽ വൈദിക ഭാഷ, ഇങ്ങനെയാണെന്നേ ഉള്ളൂ. നമ്മൾ അതുമായി ഒന്ന് ലയം പ്രാപിച്ച പിന്നെ നമ്മൾക്കും അതേ ആനന്ദമാണ്. സവായേഷ പുരുഷവിദ ഏവ. ഈ വിജ്ഞാനമയ കോശം സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്നു. തസ്യ പുരുഷവിദത. തസ്യ, മനോമയം എങ്ങനെയാണോ സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വിജ്ഞാനമയവും സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സ്ഥൂല ശരീരത്തിലാണ് ഈ കോശമെല്ലാം നിലനിൽക്കുന്നത്. അത്രേ കാര്യം പറയുന്നുള്ളൂ. ഓരോ കോശവും എടുത്തെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്ഥൂല ശരീരത്തിലാണ് അന്നമയ കോശം, അല്ലെങ്കിൽ സ്ഥൂല ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അന്നമയ കോശം. സ്ഥൂല ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് പ്രാണമയ കോശം, മനോമയ കോശം, അതുപോലെ തന്നെ വിജ്ഞാനമയ കോശം. അതാണ് അവസാനം മനോമയ കോശം എങ്ങനെയാണോ സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നത് എന്ന് തൊട്ടു മുമ്പത്തെ അനുവാകത്തിൽ പറഞ്ഞത് അതേപോലെ തന്നെ ഈ അനുവാകത്തിലും പറയുന്നു. സ്ഥൂല ശരീരത്തിൽ തന്നെയാണ് വിജ്ഞാനമയ കോശവും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ വ്യാപിച്ചിരിക്കുന്നത്. അന്വയം പുരുഷവിദഃ. വിജ്ഞാനമയ കോശം സ്ഥൂല ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയണം. അതാണ് അന്വയം പുരുഷവിദഃ എന്ന് അല്ലേ. പുരുഷവിദഃ നമ്മൾ കണ്ടിരുന്നു സ്ഥൂല ശരീരം. അന്വയം പുരുഷവിദഃ എന്ന് പറഞ്ഞാൽ വിജ്ഞാനമയ കോശം സ്ഥൂല ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. തസ്യ ശ്രദ്ധൈവ ശിരഃ.
വിജ്ഞാനമയ കോശത്തിൻ്റെ ശിരസ് ശ്രദ്ധയാകുന്നു. അല്ലെ, നമ്മൾ ഒരു സ്ഥൂല ശരീരത്തിൻ്റെ ഭാഗം മുഴുവൻ മനസ്സിലോർക്കുക. അതിൽ തല ഏറ്റവും ശ്രേഷ്ഠം. അതെന്താണ്? ശ്രദ്ധ. അപ്പോൾ വിജ്ഞാനമയ കോശത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ധർമ്മം ശ്രദ്ധ നൽകുക എന്നതാണ്. അല്ല, അപ്പോൾ നമുക്ക് ശ്രദ്ധയുണ്ടാകാൻ വിജ്ഞാനമയ കോശമാണ് നമ്മൾ വളർത്തേണ്ടത്, അല്ലെ അതിനേക്കാണ് ഉപാസന ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴെന്താണ്? നമ്മളുടെ ശ്രദ്ധയും വളരും. അപ്പോൾ നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ അത് വിജ്ഞാനമയ കോശം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ശ്രദ്ധയില്ലെങ്കിലും അതിൻ്റെ വിപരീതം. വിജ്ഞാനമയ കോശത്തിന് എന്തോ തകരാറുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം തസ്യ ശ്രദ്ധൈവ ശിര, വിജ്ഞാനമയ കോശത്തിൻ്റെ ശ്രദ്ധയാകുന്നു ശിരസ്. ഇനി അടുത്തത് വലതുഭാഗം. ഹൃദം ദക്ഷിണപക്ഷ. ഹൃദം അതായത് ശരിയായി അറിയുക. നോട്ട് ചെയ്തോളൂ, ഹൃദം എന്ന വാക്കിൻ്റെ അർത്ഥം ശരിയായി അറിയുക. എന്താണോ നമ്മൾ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നത് അതേ കാര്യം നമ്മൾ ഗ്രഹിക്കുക. ഇപ്പോൾ പശു എന്ന് പറയുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമ്മളെന്താ പശു എന്ന് പറയുന്നത് പശാന്നാണ് കേൾക്കുന്നെങ്കിൽ പോയി, അർത്ഥം മാറി, അല്ലേ? അതുപോലെ ഓരോ വാക്ക് ഏതെങ്കിലുമൊക്കെ ഒരു അക്ഷരമോ ഒരു ചില്ലക്ഷരമോ ഒരു വ്യഞ്ജനമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തെറ്റിപ്പോയാൽ നമ്മളുടെ കേൾവി ശക്തിക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിലും അതെന്താണ്? നമ്മളുടെ ഗ്രഹണത്തെ, എന്താണോ ഗുരു പറയുന്നത് അത് ഗ്രഹിക്കുന്നതിനെ നമ്മൾ തെറ്റായി ഗ്രഹിച്ചു പോവും. പിന്നെ നമ്മുടെ മനസ്സിൽ ആ അറിവേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് വിജ്ഞാനമയ കോശത്തിൻ്റെ സഹായം കൊണ്ടാണ് നമ്മൾ ശരിയായ അറിവ് സമ്പാദിക്കുന്നത്. അതാണ് ഹൃദം ദക്ഷിണപക്ഷ. ഹൃദം എന്നാൽ ശരിയായി അറിയുക. അത് വലതുഭാഗമാകുന്നു. വിജ്ഞാനമയ കോശം ആണ് നമ്മളെ ശരിയായി അറിയുവാൻ സഹായിക്കുന്നത്. അടുത്ത എന്താ? സത്യം ഉത്തരപക്ഷ. സത്യം എന്ന് വെച്ചാൽ എന്താണോ നമ്മൾ ശരിയായി അറിഞ്ഞത് അതേപോലെ ജീവിക്കുക. അതാണ് സത്യം ഉത്തരപക്ഷ എന്ന് വെച്ചാൽ. സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം നോട്ട് ചെയ്യണേ എല്ലാവരും. ശരിയായ അറിവോടുകൂടി ജീവിക്കുക. ഒന്നുകൂടെ പറയാം, ശരിയായ അറിവോടുകൂടി ജീവിക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു ഉദാഹരണമാണല്ലേ, വേദത്തിൽ പറയുന്നു സുരാ ന പിബേത്, അല്ലേ, മദ്യം കുടിക്കരുത്. അത് താമസിക പാനീയമാണ്, രാക്ഷസ പാനീയമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പം നമ്മളോടത് പറഞ്ഞു, നമ്മളത് ശരിയായി അറിഞ്ഞു, ശരിയാ ഗുരുനാഥൻ പറയുന്നു അത് ചെയ്യരുത്. അപ്പോഴെന്താ? അതുപോലെ നമ്മൾ ജീവിക്കണം. ശാസ്ത്രം അത് തെറ്റാണെന്ന് പറയുന്നത് ഞാനത് ചെയ്യരുത്. അതാണ് ശരിയായ അറിവ് നേടിയാൽ പോരാ, ശരിയായ ആ നേടിയ അറിവ് ജീവിതത്തിൽ പകർത്തുക, അതുപോലെ ജീവിക്കുക. സത്യം ഉത്തരപക്ഷ. അപ്പം സത്യമാകുന്നു ഇടതുഭാഗം. യോഗ ആത്മാ. യോഗ ആത്മാ, അതായത് ഇവിടെ ആത്മാ എന്ന് വെച്ചാൽ ഈ ഉടൽ മുഴുവൻ, ശരീരം മുഴുവൻ, വിജ്ഞാനമയ കോശത്തിന് മുഴുവൻ എന്താണ്? യോഗം. ഇവിടെ യോഗം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, മനഃശാന്തി. അല്ലേ? വളരെ ഒരു വൈവിധ്യം നിങ്ങൾക്ക് തോന്നാം. സാധാരണ യോഗം മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇതെൻ്റെ യോഗ ആയിപ്പോയില്ല, ഇതെന്തൊരു യോഗമാണ് എനിക്ക്, ആ ഒരു അർത്ഥം. മറ്റൊരു സന്ദർഭത്തിൽ കൂടുതലും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന യോഗം എന്ന് വെച്ചാൽ കൂടിച്ചേരുക, അല്ലേ, യോഗ സന്ധിക്കുക എന്നാണ് അർത്ഥം. യോഗം ഭഗവത്ഗീതയിലൊക്കെ യോഗം എന്ന വാക്കിന് കൂടിച്ചേരുക എന്നാണ്. പക്ഷെ ഇവിടെ നോക്കൂ, തൈത്തരീയത്തിൽ വന്നപ്പോൾ യോഗം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ യോഗ എന്ന് വെച്ചാൽ മനഃശാന്തി, കോൺസെൻട്രേഷൻ എന്നൊക്കെയാണ് അർത്ഥം. അത് നോട്ട് ചെയ്യണേ എല്ലാവരും. യോഗ എന്ന് വെച്ചാൽ മനഃശാന്തി, ആത്മാ, അതായത് മനഃശാന്തിയാണ്. വിജ്ഞാനമയ കോശം നന്നായി പ്രവർത്തിച്ചാലേ നമുക്ക് മനസ്സിന് ശാന്തി ഉണ്ടാകും. അല്ലെ, നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ അസ്വസ്ഥരായിരിക്കും. ഒരുപാട് പേരെ നമുക്ക് കാണാം, ഒരുപാട് ഉദാഹരണങ്ങൾ പുരാണങ്ങളിൽ കാണും. വളരെ ഷഡ്ദർശനാചാര്യൻ, പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് വലിയ വലിയ പ്രഭാഷകരൊക്കെ. പക്ഷെ എന്താണ്, അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നതും വളരെ വൈവിധ്യമായ രീതിയിൽ പെരുമാറുന്നതൊക്കെ നമ്മൾ പലരും കൺമുന്നിൽ കണ്ടിട്ടുണ്ടാകും. കാരണം എന്താ? മനഃശാന്തി ഇല്ല. വിജ്ഞാനമയ കോശം
തമോ ഗുണത്തിൽപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ആകരുത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ഭഗവാനെ ഈ സ്ഥൂല ശരീരം മുഴുവൻ അങ്ങ് അന്നമയമായും പ്രാണമയമായും മനോമയമായും വിജ്ഞാനമയമായി ഇത്യാദി പഞ്ചകോശങ്ങളായി അങ്ങ് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ശരിയായി ഗ്രഹിക്കുവാനും ഗ്രഹിക്കുന്നവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അല്ലേ? പ്രാവർത്തികമാക്കുകയെന്ന് വെച്ചാൽ അതുപോലെ ജീവിക്കുക, അല്ലേ? അതേ ലൈഫ് സ്റ്റൈൽ എന്താണോ ഗുരു പറയുന്നത് അതേ ലൈഫ് സ്റ്റൈലിനോട് കൂടി നമ്മുടെ ജീവിതം തുടരുക. അതുപോലെ ജീവിച്ചാൽ എന്താണ്? മനഃശാന്തി ഫലം കിട്ടും. ഇപ്പം മനഃശാന്തി ഉണ്ട്. ഇതിനൊക്കെ ഭഗവാനെ അങ്ങ് എൻ്റെ വിജ്ഞാനമയ കോശത്തിൽ വന്നിരുന്ന് പ്രവർത്തിക്കണേ. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് വിജ്ഞാനമയ കോശമുള്ളത്. പക്ഷേ എൻ്റെ എന്തെങ്കിലും പാപ പ്രാരബ്ധം കൊണ്ട് വിജ്ഞാനമയ കോശം ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് നീക്കിത്തരണേ, ആ തമോ ഗുണത്തിനെ മാറ്റിത്തരണേ എന്ന് നമുക്കിവിടെ പ്രാർത്ഥിക്കാം. അങ്ങനെ ആയാൽ എന്താണ്? മനഃശാന്തി ഫലം. മഹപുച്ഛം പ്രതിഷ്ഠ. മഹഹ എന്ന് വെച്ചാൽ ഇവിടെ പരമാത്മാ. നോട്ട് ചെയ്തോളൂ, മഹഹ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാൻ, ഈശ്വരൻ, പരമാത്മാ എന്നാണ്. പുച്ഛം എന്ന് വെച്ചാൽ അധിഷ്ഠാനം, ആധാരം, സപ്പോർട്ട് എന്നുള്ള അർത്ഥം. മഹാപുച്ഛം പ്രതിഷ്ഠ. പരമാത്മാവാണ് വിജ്ഞാനമയ കോശത്തിന് ആധാരമായിരിക്കുന്നത്, അല്ലേ? ഈ എങ്ങനെയാണോ ഈ കെട്ടിടത്തിന് തറക്കല്ല്, അല്ലേ, ഫൗണ്ടേഷൻ ആധാരമായിരിക്കുന്നത്, തൂണുകൾ ആധാരമായിരിക്കുന്നു. കെട്ടിടം നിലനിൽക്കുവാൻ നല്ല ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ കെട്ടിടം നിലനിൽക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ എല്ലാ കോശങ്ങളും നിലനിൽക്കുന്നത്, സ്ഥൂല ശരീരത്തിൻ്റെ ഫൗണ്ടേഷൻ ആരാണ്? പരമാത്മാവാകുന്നു. തദപ്യേഷ ശ്ലോകോ ഭവതി. അതായത് വിജ്ഞാനമയ കോശം ഇനി ഇവിടെ തുടരുന്നുണ്ട്. അനുവാകം 5 വിജ്ഞാനം യജ്ഞം തനുതേ എന്ന് പറഞ്ഞ് തുടരുകയാണ്. അതുകൊണ്ട് എന്താണ്? അനുവാകം 4 അവസാനത്തിലും തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന് പറഞ്ഞു, അല്ലേ? അതായത് നോട്ട് ചെയ്തോളൂ നിങ്ങൾ. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. വേദാർത്ഥ നിശ്ചയ ബുദ്ധി ഭാഷ്യത്തിലുള്ളതാണ്. വേദാർത്ഥ നിശ്ചയ ബുദ്ധിക്ക് സഹായിക്കുന്നത് വിജ്ഞാനമയ കോശമാണ്. അതായത് നമ്മൾ പഠിക്കുന്ന ഈ ഉപനിഷത്തും ഭഗവത്ഗീതയും അല്ലെങ്കിൽ ഏതൊരു ആധ്യാത്മിക വിഷയവുമായിക്കോട്ടെ, അത് നമ്മൾക്ക് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, അല്ലേ, അത് അബൈഡ് ചെയ്യുവാൻ, അണ്ടർസ്റ്റാൻഡിങ് മാത്രം പോരാ, അബൈഡൻസും വേണം, അല്ലേ? അത് മനസ്സിലാക്കി അതോടൊപ്പം ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന കോശം സ്ഥൂല ശരീരത്തിലെ വിജ്ഞാനമയ കോശം എന്ന ഭാഗമാണ്. അതുകൊണ്ട് മനോമയത്തിനെക്കാട്ടിലും പ്രാണമയത്തിനെക്കാട്ടിലും അന്നമയത്തിനെക്കാട്ടിലും ശ്രേഷ്ഠം വിജ്ഞാനമയമാണ്. അറിവ് നേടാൻ മനസ്സ് സഹായിക്കുന്നു, പക്ഷേ അറിവ് സംരക്ഷിച്ചു വെക്കുവാൻ സഹായിക്കുന്നതാണ് വിജ്ഞാനമയ കോശം. ഈ സെൻറ്റൻസ് ഒന്ന് എഴുതി വെച്ചോളൂ നിങ്ങൾ. അറിവ് നേടുവാൻ മനസ്സ് സഹായിക്കുന്നു. നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ മതി. ചെവിയും കണ്ണും നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചിരുന്നാൽ എന്താ, മനസ്സും ഇന്ദ്രിയങ്ങളും മനസ്സും ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ നമുക്ക് അറിവ് നേടാം. പക്ഷേ ആ നേടിയ അറിവ് സംരക്ഷിച്ചു വെക്കണം, അല്ലേ? പലരും ഉണ്ട്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ പണ്ട് വന്നുകൊണ്ടിരുന്നവരുണ്ട്. ഇപ്പോൾ വരാറില്ല, വേറെ ഒരു മാർഗത്തിലേക്ക് പോയി. അപ്പോൾ എത്രയോ വർഷങ്ങളായി, 10-30 വർഷമായി പല ആശ്രമങ്ങളിലും പലയിടത്തും പ്രഭാഷണങ്ങൾ, ഗീത, ഇതെല്ലാം. ഇപ്പോൾ കുറേ ആയപ്പോൾ എന്താണ് അവർ പറയുന്നത്, ഇതൊന്നും ഇത്രയും കേട്ടിട്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എന്താ, അത് ഉപേക്ഷിച്ച് വേറെ മാർഗത്തിലേക്ക് പോയി. ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന തന്നെയല്ലേ പിന്നെയും പറയുന്നത്. അപ്പോൾ അവർക്ക് ബോറടിച്ചു തുടങ്ങി. കാരണം എന്താണ്, അവരുടെ പുണ്യം നശിച്ചു. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? ബ്രഹ്മജിജ്ഞാസ എന്ന് വെച്ചാൽ ബ്രഹ്മവിചാരമെന്നാണ്, അല്ലേ? അതായത് നമ്മൾ എന്തിനാണ് മഹാത്മാക്കൾ, അല്ലേ, ആദി ഗുരുവായ ദക്ഷിണാമൂർത്തി മുതൽ അല്ലെങ്കിൽ ഭഗവാൻ നാരായണൻ മുതൽ എന്തിനാണ് ബ്രഹ്മാവിന് ഉപദേശിച്ചത്, ബ്രഹ്മാവ് ശുഗമഹർഷിക്ക് ഉപദേശിച്ചത്, അല്ലേ? പിന്നെ ഗൗഡപാദാചാര്യരിലെത്തി, ശങ്കരാചാര്യസ്വാമികളിലെത്തി, പിന്നെ ഇങ്ങനെ ഈ ലക്ഷക്കണക്കിന് ആചാര്യന്മാർക്ക് അവർക്കെന്താ ബോധമില്ലേ, അല്ലേ?
അവരെന്തിനാണ് ഈ ശാസ്ത്രം നമ്മൾക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് എത്ര ലളിതമാക്കാവോ, ഏതൊക്കെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാവോ, ആയിരക്കണക്കിന് ബുക്കുകൾ എന്തിനു വേണ്ടി അവർ തന്നു അല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ ഏതു മാർഗമാണെങ്കിലും വിജ്ഞാനമയ കോശ മനോമയത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമായാൽ മാത്രമേ നമ്മൾക്ക് മോക്ഷത്തിലേക്ക് ഉയരുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെച്ചോളൂ. അറിവ് നേടാൻ മനോമയ കോശം സഹായിക്കുന്നു, അറിവിനെ സംരക്ഷിച്ചു വെക്കുവാൻ വിജ്ഞാനമയ കോശം സഹായിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്തത് അനുവാകം 5 മുതലാണ്. എല്ലാവർക്കും പ്രണാമം. ഇനി നമ്മളിത് തീരുന്നത് വരെ ഓരോ അനുവാകം ഓരോ ദിവസം കാണാം. കാരണം ഇത് കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളായതുകൊണ്ട് മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ അനുവാകമായി പതിയെ പതിയെ നമുക്ക് പഠിക്കാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി മെസ്സേജ് അയച്ചാൽ മതി. ക്ലാസ്സിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ മറുപടി അയക്കാവുന്നതാണ്. എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.